അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ബേക്കൽ കോട്ടയുടെ തായ്വാരത്തിൽ അറബിക്കടലിൻ്റെ താരാട്ട് കേട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ബേക്കൽ പുതിയ കടപ്പുറം ബേക്കൽ മഖാമിലാണ് ഇന്നത്തെ സിയാറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങളുടെ ഈ സിയാറത്തിൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് പറയുന്നതും അവസാനത്തെ ദുആയിലും നിങ്ങൾ പങ്കെടുക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യണമേ എന്ന് ആദ്യമായി നിങ്ങളെ ഉണർത്തുന്നു. ഈ നാട്ടിലുള്ള ഈ കടപ്പുറത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കടപ്പുറത്ത് 2 ജനാസ കാണുകയും ഈ 2 മയ്യത്തുകളും കടപ്പുറത്തുള്ള നിവാസികൾ ഈ ഭാഗത്ത് തന്നെ മറമാടുകയും ചെയ്തു. അതിന് ശേഷം ഈ നാട്ടുകാരായ ഈ മഹല്ലത്തുകാരായ ആളുകളെല്ലാം മത്സ്യത്തൊഴിലിന് വേണ്ടി കടലിലേക്ക് പോകുമ്പോഴും ഇവരുടെ ജോലികളൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ ഖബർ സിയാറത്ത് ചെയ്യുകയും ഇവിടെ ഫാത്തിഹ ഓതുകയും പതിവാക്കി. ഇതിനാവട്ടെ ഇവരുടെ ജോലികളിലും മത്സ്യത്തൊഴിലിലുമെല്ലാം വലിയ അഭിവൃദ്ധിയും ബറക്കത്തും അവർക്ക് ലഭിക്കാൻ തുടങ്ങി. പിന്നീടാണ് അയൽനാടുകളിലെല്ലാം ഈ വാർത്ത പരക്കുന്നത്. പല ആളുകളും ഈ ഭാഗത്തേക്ക് സിയാറത്തിന് വേണ്ടി വരാൻ തുടങ്ങി. ഇവിടുത്തെ നേർച്ചകൾക്കും ഇവിടുത്തെ സിയാറത്തിനും വലിയ ഫലം കാണുകയും അതുപോലെ തന്നെ ഒരു ജോലിയിലൊക്കെ വലിയ ഖൈറും ബറക്കത്തും ലഭിക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാരാണെന്ന്. ശേഷമാണ് ഇവിടെ വലിയ മക്ബറകളും സിയാറത്ത് കേന്ദ്രങ്ങളുമായി മാറുകയും ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ജമാദുൽ ആഖിർ 6-നാണ് വർഷം തോറും ഇവരുടെ ഉറൂസ് മുബാറക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ ഈ വർഷത്തെ പരിശുദ്ധമായ ജമാദുൽ ആഖിർ 6-ന് ഇവരുടെ ഉറൂസിന് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഈ നാട്ടുകാരും അയൽ നാട്ടുകാരുമായ ആളുകൾക്കെല്ലാം മത്സ്യത്തൊഴിലിനും മറ്റുമായി അവരുടെ ജോലികൾക്കൊക്കെ വലിയ അഭിവൃദ്ധിയും ബറക്കത്തും ലഭിക്കുകയും ചെയ്തപ്പോൾ എല്ലാ ആളുകളും ദിനംപ്രതി ഇവിടെ സിയാറത്തിനും ഇവിടത്തേക്ക് നേർച്ചയാക്കുന്നതിനും ഫാത്തിഹ ഓതി ദുആ ചെയ്യാനും വേണ്ടി ഈ സമുദ്രത്തിൻ്റെ ഈ കടൽ തീരത്തേക്ക് പല ആളുകളും പല ഭാഗത്തു നിന്നും ഇന്ന് വരാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ എവിടെയെല്ലാം അന്തി ഉറങ്ങുന്നു ആ സ്ഥലമെല്ലാം സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസാക്കി അല്ലാഹു അലങ്കരിക്കുകയും ഇവരുടെ എല്ലാം ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ ആരിഫീങ്ങളെ മഹബ്ബത്ത് വെച്ച സ്വാലിഹീങ്ങളിൽ നമ്മളെയും കുടുംബത്തിനെയും അഹ്ലുകാരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവർ പോകുന്ന സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഹബീബായ മുത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ നമുക്കും അഹ്ലുകാർക്കും കുടുംബത്തിനും ദുആ കൊണ്ട് വസിയ്യത്തിനെ പറഞ്ഞവർക്കും അല്ലാഹു എത്തിച്ചേരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് വസിയ്യത്തിനെ പറഞ്ഞവരെല്ലാത്തവരും എല്ലാ ആളുകളും ഞങ്ങൾ ഈ ചാനലുമായി സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.